റോമൻ ജനതയുടെ നായകൻ ആരാണ്? ഈ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ റോമിലെ സാധാരണക്കാർ ഒരുക്കമാണ്. ജൂലിയസ് സീസർ. പോംപിയും ക്രാസസും സീസറും ഒത്തൊരു ത്രിമൂർത്തി ഭരണ സംവിധാനം രൂപപ്പെടുത്തിയതിനു ശേഷം സീസറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ അപ്രതീക്ഷിതമായി ആ സഖ്യം ഉലഞ്ഞു. സീസർ ബ്രിട്ടനിൽ പടയോട്ടത്തിലായിരുന്ന സമയത്ത് റോമിൽ മകൾ ജൂലിയയുടെ പ്രസവത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. ജൂലിയയുടെ ആരോഗ്യത്തെക്കുറിച്ച് വൈദ്യന്മാർ ആശങ്കപ്പെട്ടു. ഒടുവിൽ ഭയപ്പെട്ടത് സംഭവിച്ചു. പ്രസവത്തോടെ ജൂലിയ മരിച്ചു. ജൂലിയയുടെയും പോംപിയുടെയും കുഞ്ഞും മരണത്തിന് കീഴടങ്ങി. ജൂലിയ സീസറിന് മകൾ മാത്രമായിരുന്നില്ല, പോംപിക്കും സീസറിനുമിടയിലെ പാലം കൂടിയായിരുന്നു. പോംപി തന്നിൽ നിന്നും അകന്നു കഴിഞ്ഞതായി റോമിൽ തിരികെ എത്തിയപ്പോൾ സീസർ മനസ്സിലാക്കി. പോംപിയുമായുള്ള ബന്ധം നിലനിർത്താൻ അയാൾക്ക് തൻ്റെ സഹോദരിയുടെ മകൾ ഒക്ടേവിയയെ വിവാഹം ചെയ്ത് നൽകാമെന്ന് സീസർ പറഞ്ഞു. പക്ഷേ പോംപി വഴങ്ങിയില്ല. റോമൻ രാഷ്ട്രീയത്തിൽ പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുന്നതായി സീസറിന് മനസ്സിലായി. എന്നാൽ ഗോളിൽ വീണ്ടും കലാപം ആരംഭിച്ചുവെന്ന സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം ഗോളിലേക്ക് തിരിച്ചു. ഗോളിലെ കാര്യങ്ങൾ വിചാരിച്ചതിനേക്കാൾ ഗുരുതരമാണ്. ഗോത്രങ്ങൾ മുഴുവനും റോമൻ സേനയ്ക്കെതിരെ ഒരുമിച്ചിരിക്കുന്നു. അർമേനി ഗോത്ര രാജാവായ വെർസിൻജെറ്റോറിസാണ് കലാപം നയിക്കുന്നത്. റോമൻ മതത്തെയും ആരാധനാക്രമത്തെയും ഗോളിനുമേൽ അടിച്ചേൽപ്പിച്ചതിലുള്ള അമർഷമാണ് ഗോത്രങ്ങളെ കലാപപാതയിലേക്ക് നയിച്ചത്. ഗോളിലെത്തിയ സീസർ അസ്വസ്ഥതകൾ വ്യാപകമാകുന്നത് പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ കലാപം വ്യാപിച്ചിരുന്നു. ശൈത്യം അവസാനിച്ചിട്ടില്ല. ഭക്ഷ്യക്ഷാമം രൂക്ഷമായി വരുന്നു. ഗോളുകളുടെ താവളങ്ങൾ ആക്രമിച്ച് ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കാൻ സീസർ നിർദ്ദേശിച്ചു. എന്നാൽ വെർസിൻജെറ്റോറിസ് അതേ മാർഗത്തിൽ തിരിച്ചടിച്ചു. റോമൻ സേനയ്ക്ക് ഭക്ഷണവുമായി പോകുന്ന സംഘങ്ങളെ ഗോളുകൾ ആക്രമിച്ചു. ഇതോടെ ഇരു കൂട്ടരും തമ്മിലുള്ള ആക്രമണം ശക്തമായി. വെർസിൻജെറ്റോറിസിന്റെ താവളത്തിന് ചുറ്റും വലിയ കോട്ട കെട്ടി ഗോളുകൾ സംരക്ഷണമൊരുക്കി. റോമൻ സേനാനികൾക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ സീസറും സൈനികരും സുരക്ഷിതമായ ഒരു താവളത്തിലേക്ക് പിൻവാങ്ങി. ഗോളിൽ എത്തിയതിനു ശേഷം സീസർ നേരിട്ട ആദ്യ പരാജയമായിരുന്നു അത്. ശക്തമായ തിരിച്ചടി ഗോളിലെ ഗോത്രങ്ങൾക്ക് നൽകാൻ സീസർ ഒരുങ്ങി. വെർസിൻജെറ്റോറിസിന്റെ താവളത്തിൽ വലിയ ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ഈ സമയം സീസർ ഗോളിലെ ഗോത്രങ്ങളുമായുള്ള അന്തിമ യുദ്ധത്തിനൊരുങ്ങി. സൈന്യവുമായി അദ്ദേഹം വെർസിൻജെറ്റോറിസിന്റെ താവളം വളഞ്ഞു. തുടക്കത്തിൽ പിടിച്ചു നിൽക്കാൻ വെർസിൻജെറ്റോറിസിനും കൂട്ടർക്കും കഴിഞ്ഞു. പക്ഷേ ആവശ്യ വസ്തുക്കൾ ലഭ്യമല്ലാതായതോടെ അവരുടെ അവസ്ഥ പരിങ്ങലിലായി. സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ക്യാമ്പിൽ നിന്ന് പുറത്തു പോകാൻ വെർസിൻജെറ്റോറിസ് നിർദ്ദേശിച്ചു. അവരെ റോമൻ സേന തടവിലാക്കി ഭക്ഷണം നൽകുമെന്ന് അദ്ദേഹം കരുതി. പക്ഷെ അതുണ്ടായില്ല.
അവർ പട്ടിണിയിലേക്കും മരണത്തിലേക്കുമാണ് എത്തിയത്. ഗത്യന്തരമില്ലാതെ വെർസിൻജെറ്റോറിസ് കീഴടങ്ങി. ഗോളിനുമേൽ നേടിയ സമഗ്രാധിത്യവും നിരവധി പടയോട്ടങ്ങളും സീസറിനെ അതിസമ്പന്നനാക്കി. റോമിലിപ്പോൾ സീസറിനെ സഹായിക്കാൻ ധാരാളം ആളുകളുണ്ട്. സീസറിന്റെ രാഷ്ട്രീയ ദൂതന്മാരും ചാരന്മാരുമുണ്ട്. റോമിലെ രാഷ്ട്രീയ നീക്കങ്ങൾ സീസർ സസൂക്ഷ്മം വിലയിരുത്തി. പോംബി വീണ്ടും കോൺസലായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. സെനറ്റിൽ പോംബി പുതിയ സഖ്യങ്ങൾ രൂപപ്പെടുത്തുന്നു. തുർക്കിക്കടുത്ത് കർഹിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ ക്രാസസ് കൊല്ലപ്പെട്ടു. റോമൻ റിപ്പബ്ലിക്കും പാർത്യൻ സാമ്രാജ്യവും തമ്മിൽ നടന്ന യുദ്ധത്തിനിടയിലാണ് സംഭവം. സീസറിന്റെ പടയോട്ട വിജയങ്ങൾക്കൊപ്പം എത്താൻ ക്രാസസ് മത്സരിക്കുന്നുണ്ടായിരുന്നു. പാർത്യൻ സാമ്രാജ്യവുമായുള്ള യുദ്ധത്തിന് റോമൻ സെനറ്റിന്റെ അനുമതി പോലും ലഭിച്ചിരുന്നില്ല. ക്രാസസിന്റെ മരണത്തോടെ ത്രിമൂർത്തി ഭരണ സംവിധാനം നാമാവശേഷമായി. അതോടെ സീസറും പോംബിയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും അവസാനിച്ചു. സെനറ്റിലെ പാരമ്പര്യവാദികളായ ഒപ്റ്റിമേഴ്സിന്റെ പിന്തുണ പോംബിക്കുണ്ട്. പോംബി വീണ്ടും വിവാഹിതനായി. ക്രാസസിന്റെ മകൻ കൊബ്ലിയസ് ക്രാസസിന്റെ വിധവ കോർണേലിയ വെറ്റലിനെയാണ് പോംബിയുടെ 5ാമത്തെ ഭാര്യയായി വന്നത്. അവരുടെ പിതാവ് സെനറ്റ് അംഗവും സീസറിന്റെ എതിർചേരിയുടെ പ്രതിനിധിയുമായിരുന്നു. പുതിയ രാഷ്ട്രീയ സഖ്യത്തിന്റെ അടിത്തറ ശക്തമാക്കുന്നതിന് വേണ്ടിയാണ് ആ വിവാഹം നടന്നത്. അതോടെ പോംബിയും സീസറിന്റെ എതിർചേരിയിൽ നിലയുറപ്പിച്ചു. റോമൻ റിപ്പബ്ലിക്കിലെ പ്രഥമ കോൺസൽ എന്ന സ്ഥാനത്തേക്ക് പോംബി തിരഞ്ഞെടുക്കപ്പെട്ടു. ജൂലിയസ് സീസർ കോൺസൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളിയായിരുന്ന മാർക്കസ് ബിബുലസ് ആണ് പോംബിയുടെ പേര് നിർദ്ദേശിച്ചത്. പിന്തുണച്ചതാകട്ടെ ത്രിമൂർത്തി സഖ്യത്തിന്റെ ശത്രുവായിരുന്ന ഈറ്റോയി. കോൺസലായി തിരഞ്ഞെടുക്കപ്പെട്ട പോംബിക്ക് ഹിസ്പാനിയയിലെ ഗവർണർ പദവിയുടെ കാലാവധി നീട്ടുന്നത് എളുപ്പമാണ്. ഗോളിലെ ഗവർണർ പദവിയുടെ കാലാവധി നീട്ടിക്കിട്ടുമെന്ന് സീസർ പ്രതീക്ഷിച്ചു. ഗോളിലെ ഗവർണറായുള്ള ജൂലിയസ് സീസറുടെ പദവിയുടെ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിനെ എതിർക്കുന്നവരാണ് സെനറ്റിലെ കൂടുതൽ അംഗങ്ങളും, പ്രത്യേകിച്ചും ഒപ്റ്റിമേഴ്സ്. പ്ലേബിയ കൗൺസിലിനെ ദുർബലമാക്കി പ്രഭുക്കന്മാർക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റിന് അംഗീകാരം നൽകണമെന്ന് വാദിക്കുന്നവരാണ് ഒപ്റ്റിമേഴ്സ്. സീസറിന് ഇനിയും ഗോളിലെ ഗവർണർ പദവിയിൽ തുടരാൻ അനുവദിക്കുന്നത് അപകടകരമായിരിക്കുമെന്ന് ഈറ്റോ പോംബിക്ക് മുന്നിൽ മുന്നറിയിപ്പ് നൽകി. അയാൾ പണവും അധികാരവും സ്വരുക്കൂട്ടുകയാണ്. ഇനിയും അയാളെ മുന്നോട്ട് പോകാൻ അനുവദിക്കരുത്, കേറ്റോ പറഞ്ഞു. പോംബി സീസറെ എതിർക്കാൻ മടിച്ചു. മാത്രമല്ല, താനിപ്പോഴും സീസറുമായി നല്ല ബന്ധമാണ് സൂക്ഷിക്കുന്നതെന്ന് സെനറ്റിനെ അറിയിക്കുകയും ചെയ്തു. ഗോളിൽ നിന്ന് സീസർ എഴുതിയ കത്തിൽ അദ്ദേഹം കോൺസൽഷിപ്പിനായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. ഇക്കാര്യം പോംബി സെനറ്റിനെ അറിയിച്ചു. ഗോളിൽ താമസിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണമെന്നാണ് സീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഈറ്റോയുടെ നിലപാട്. ആദ്യം സീസർ ഗവർണർ പദവിയിൽ നിന്ന് ഒഴിയണം, ഒപ്പമുള്ള സൈന്യത്തെ പിരിച്ചുവിടുകയും ചെയ്യണം. ശേഷം ഒരു പ്രൈവറ്റ് സിറ്റിസനായി റോമിലെത്തിയാൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം, ഈറ്റോ പറഞ്ഞു. പോംബി ഈറ്റോയുടെ ഈ നിലപാടിനോട് യോജിച്ചില്ല. സെനറ്റ് സീസറെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചു. ഗവർണർ പദവിയുടെ കാലാവധി കഴിയുന്ന മുറയ്ക്ക് സൈനിക കമാൻഡർ പദവി ഒഴിയാൻ അവർ നിർദ്ദേശിച്ചു. പോംബി തൻ്റെ പദവികൾ ഒഴിയുന്ന പക്ഷം താനും ഗവർണർ പദവി ഒഴിയാമെന്നായിരുന്നു സീസറിൻ്റെ മറുപടി. അത് സെനറ്റിനെ ചൊടിപ്പിച്ചു. സീസർ ഉടൻ തന്നെ സൈന്യത്തെ പിരിച്ചു വിടണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ റോമൻ ജനതയുടെ ശത്രുവായി പ്രഖ്യാപിക്കുമെന്നുമുള്ള സന്ദേശം പോംബി സീസറിനയച്ചു. ഗവർണർ പദവിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് സൈന്യത്തെ പിരിച്ചുവിടണമെന്ന ആവശ്യവും നിയമപരമല്ല. സെനറ്റിൻ്റെ നിർദ്ദേശത്തെ സീസർ തള്ളിക്കളഞ്ഞു. കോൺസൽഷിപ്പിലേക്ക് മത്സരിച്ച് വിജയിക്കാതെ സൈന്യത്തെ പിരിച്ചുവിടില്ല എന്ന് സീസർ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. എല്ലാ പദവികളും ഉപേക്ഷിച്ച് ഒരു സാധാരണ പൗരനായി റോമിലേക്ക് മടങ്ങിയാൽ ശത്രുക്കൾ തന്നെ വെറുതെ വിടില്ല.
പലതരത്തിലുള്ള വിചാരണകൾ നേരിടേണ്ടി വരും. റോമൻ റിപ്പബ്ലിക്കിലെ കോൺസലായിരുന്ന കാലത്ത് നടന്ന ക്രമക്കേടുകൾക്കും സമാധാനം പറയേണ്ടി വരും. സീസർ ദൂരെയാണെങ്കിലും സെനറ്റിലെ ഓരോ അംഗങ്ങളുടെയും നീക്കങ്ങൾ അദ്ദേഹം അറിയുന്നുണ്ട്. റോമൻ റിപ്പബ്ലിക്കിൻ്റെ തന്ത്രപരമായ ഇടങ്ങളിലെല്ലാം സീസറുടെ ആളുകളുണ്ട്. സെനറ്റിൻ്റെ നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. സീസറെ ഗവർണർ പദവിയിൽ നിന്നും നീക്കം ചെയ്യാനുള്ള സെനറ്റിൻ്റെ തീരുമാനത്തെ ട്രിബ്യൂണൽ ചോദ്യം ചെയ്തിരുന്നു. അവരെ പുറത്താക്കുകയാണ് സെനറ്റ് ചെയ്തത്. സീസറിൻ്റെ വിശ്വസ്തരായ മാർക്ക് ആൻ്റണിയും ക്വിൻറ്റസ് കാഷ്യസ് ലോങ്ങനസിനുമാണ് പുറത്താക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ സെനറ്റിനെ അംഗീകരിക്കേണ്ടതില്ലെന്ന് സീസർ തീരുമാനിച്ചു. സെനറ്റിൽ പോപ്പുലാരിസ് വിഭാഗത്തിൻ്റെ പിന്തുണ സീസറിനുണ്ട്, പ്രത്യേകിച്ചും ക്ലോഡിയസിൻ്റെ പിന്തുണ. റോമൻ റിപ്പബ്ലിക്കിലെ സാധാരണക്കാരായ പ്ലേബിയൻസിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ വിഭാഗമാണ് പോപ്പുലാരിസ്. ക്ലോഡിയസ് പോപ്പുലാരിസ് വിഭാഗത്തിൻ്റെ നേതാവാണ്, സീസറിൻ്റെ ആരാധകനും. ക്ലോഡിയസിൻ്റെ പിന്തുണയോടെയാണ് മാർക്ക് ആൻ്റണിയും ക്വിൻറ്റസ് കാഷ്യസും ട്രിബ്യൂണലിൽ സീസറിനു വേണ്ടി വാദിച്ചത്. പക്ഷേ ഒപ്റ്റിമേഴ്സിന് ഭൂരിപക്ഷമുള്ള സെനറ്റ് പോപ്പുലാരിസ് വിഭാഗത്തിൻ്റെ അഭിപ്രായം അടിച്ചമർത്തി. സെനറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാർക്ക് ആൻ്റണിയും ക്വിൻറ്റസ് കാഷ്യസും ഗോളിലെത്തി സീസറുടെ സേനയ്ക്കൊപ്പം ചേർന്നു. സീസർ തൻ്റെ സൈനികരെ വിളിച്ചുകൂട്ടി അവരോട് വിശദമായി സംസാരിച്ചു. റോമൻ സെനറ്റിനെതിരായി സീസർ നടത്താൻ പോകുന്ന പടനീക്കത്തെക്കുറിച്ച് അവരെ അറിയിച്ചു. സൈനികർ അവരുടെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിന് നൽകി. സൈന്യത്തെ പിരിച്ചുവിടാനുള്ള സെനറ്റിൻ്റെ നിർദ്ദേശം സീസർ തള്ളിക്കളഞ്ഞതോടെ അദ്ദേഹത്തെ പുറത്താക്കാനും സൈനിക ലീജിയനുകൾ പിരിച്ചുവിടാനുമായി ശ്രമം. ഈറ്റോയും പോംബിയുടെ അനുയായികളുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. സീസറിനെ പിന്തുണയ്ക്കുന്ന പോപ്പുലാരിസ് വിഭാഗത്തിലെ സെനറ്റർമാർ ഈ നീക്കത്തെ എതിർത്തു. പക്ഷേ ഒപ്റ്റിമേഴ്സിൻ്റെ ഭീഷണിക്ക് മുന്നിൽ അവർക്ക് നിശബ്ദരാകേണ്ടി വന്നു. BC 49 ജനുവരി 10 റോമൻ സെനറ്റ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യം അപകടാവസ്ഥയിലാണെന്നും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായവരെല്ലാം റോമിനെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണമെന്നും സെനറ്റ് ആവശ്യപ്പെട്ടു. സീസറിന് മുന്നിൽ 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധത്തിന് ഒരുങ്ങുക. സീസർ രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു. റോമിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്ന് തന്നെ അദ്ദേഹം സൈന്യവുമായി റോബിക്കോൺ നദി മുറിച്ചു കടന്ന് ഇറ്റലിയിലേക്ക് പ്രവേശിച്ചു. ലീജിയൻ 13 സൈനികർ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. സിസ് ആൽപ്യൻ ഗോയിൽ നിന്ന് സൈന്യവുമായി റോബിക്കോൺ നദി മുറിച്ചു കടക്കുന്നത് ഒരു റോമൻ പൗരനെ സംബന്ധിച്ച് നിഷിദ്ധമായ കാര്യമാണ്. റോമൻ റിപ്പബ്ലിക്കിനോടുള്ള യുദ്ധപ്രഖ്യാപനമായാണ് അത് കണക്കാക്കേണ്ടത്. അതേസമയം റോമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സീസറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകൾ ഇറ്റലിയിൽ എത്തിച്ചേർന്നു തുടങ്ങി. അവരിൽ രാഷ്ട്രീയ പ്രവർത്തകരും കവികളും ചിന്തകന്മാരും ഉണ്ടായിരുന്നു. ഇറ്റലിയിലെത്തിയതിൻ്റെ അടുത്ത ദിവസം സീസർ ഒരു വിരുന്ന് സംഘടിപ്പിച്ചു. സീസറിൻ്റെ സ്നേഹിതൻ ഒബ്ബിയസ്, ധനികനും രാഷ്ട്രീയക്കാരനുമായ ബാൽബസ്, റോമൻ റിപ്പബ്ലിക്കിലെ കോൺസലായ കിഷിയസ്, ന്യായാധിപൻ സൽപ്പിക്കാസിറോ തുടങ്ങി നിരവധി പ്രമുഖർ വിരുന്നിൽ പങ്കെടുത്തു. വിരുന്നിൽ വെച്ച് ജൂലിയസ് സീസർ തൻ്റെ തീരുമാനം പ്രഖ്യാപിച്ചു. അതെ, നമ്മൾ വീടിനടുത്ത് എത്തിയിരിക്കുന്നു. അവിടെ മരണത്തിൻ്റെ നിഴൽ വീണിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളാണ് ശരിയായ വീട്ടുടമസ്ഥർ. റോമൻ റിപ്പബ്ലിക്കിലെ നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ അന്ത്യമെത്തിയിരിക്കുന്നുവെന്നതിൻ്റെ സൂചനയായിരുന്നു ആ വാക്കുകൾ.